ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ സീരിയൽ ഇനി 2 ദിവസങ്ങൾ മാത്രമാണുള്ളത്. ക്ലൈമാക്സിൻ്റെ പ്രൊമോ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിൽ വേറെ ഒന്നുമല്ല കാണിക്കുന്നത്. അങ്ങനെ ഷ്യാമിൻ്റെ കള്ളത്തരങ്ങളൊക്കെ എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയാണ്. അശ്വിനും ആകാശം കൂടി ചേർന്ന് എല്ലാവരെയും കാണിക്കുന്നുണ്ട്. ഷ്യാം അഞ്ജലിനെ കൊല്ലാൻ നോക്കുന്നത് വരെയുള്ള വീഡിയോസും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, മതി കുഞ്ഞ മതി, എനിക്കിത് കാണണ്ട, എനിക്കിത് കാണാനുള്ള ശേഷിയില്ലെന്ന് പറയാണ്. അഞ്ജലിക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്ന് കണ്ണൊക്കെ ഇങ്ങനെ ചുവന്ന് വല്ലാത്തൊരു ഇതിലിരിക്കുക കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഷ്യാം പെട്ടെന്ന് അഞ്ജലി അടുത്ത്, രാജകുമാരി ഞാൻ അത് പിന്നെന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അഞ്ജലി ഷ്യാമിൻ്റെ മുഖത്തേക്ക് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴേക്കും ഷ്യാം, രാജകുമാരി ഞാൻ പറയട്ടെ, വേണ്ട നിങ്ങളൊന്നും പറയണ്ട, എൻ്റെ കുഞ്ഞിനേക്കാളും ശ്രുതിനേക്കാളും ഈ വീട്ടിൽ മറ്റാരെക്കാളും ഞാൻ നിങ്ങളെ ഒരുപാട് വിശ്വസിച്ചു. മറ്റുള്ളവരെല്ലാം നിങ്ങൾ മോശമാണെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ ഷ്യാമേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിശ്വസിച്ചു. എല്ലാവരുടെ മുമ്പ് ഞാൻ പിടിച്ചു നിന്ന് നിങ്ങൾ അത്രമാത്രം നല്ലവനാണെന്നൊക്കെ പറഞ്ഞ് വാദിച്ചു. പക്ഷേ നിങ്ങളുടെ മനസ്സിലിരിപ്പോൾ എന്താണെന്ന് എനിക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലായി എന്ന് പറയണം. രാജകുമാരി ഇതൊക്കെ എഡിറ്റ് ചെയ്ത ഇതാണ് ഞാൻ അപ്പോൾ അതിൽ അഭിനയിച്ചത് കണ്ടത് നിങ്ങളല്ല എന്നാണോ നിങ്ങൾ പറയണത്? അത് അങ്ങനെയല്ല, നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പല രീതിയിൽ അവരെ കാണിച്ച് വെച്ചിരിക്കുകയാണ്. അതൊക്കെ നീ ഇതൊന്നും വിശ്വസിക്കരുത്. കണ്ണിൽ കാണുന്നതല്ല രാജകുമാരി സത്യം, അതൊന്നും വിശ്വസിക്കരുത്. പിന്നെ ഞാനിതൊന്നും വിശ്വസിക്കാതെ നിങ്ങൾ പറയണത് ഞാൻ വിശ്വസിക്കണോ? ഇനി മണ്ടി ആവാൻ വേണ്ടി ഞാൻ നിന്ന് തരണോ നിങ്ങളുടെ അടുത്ത്? ഇല്ല ഷ്യാമേട്ട, ഇനി മണ്ടി ആവാൻ വേണ്ടി ഞാൻ നിന്ന് തരില്ല. അപ്പോഴേ ശ്രുതി പറഞ്ഞതാണ് പലതും, പക്ഷെ അവളെ ഞാൻ വിശ്വസിച്ചില്ല. അതിന് ദൈവം തന്ന ശിക്ഷയായത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇനി നിങ്ങൾ വേണ്ട, ഈ പടി നിങ്ങൾ ഇനി ചവിട്ടിപ്പോകരുത് രാജകുമാരി. അത് പിന്നെ അപ്പോഴേക്കും പെട്ടെന്ന് അഞ്ജലി പറയുന്നുണ്ട്, കുഞ്ഞ ആകാശെ ഇവനെ പിടിച്ച് പുറത്താക്കുമെന്ന് പറയാണ്. ആകാശ് അത് കേൾക്കേണ്ട താമസം ഷ്യാമിൻ്റെ കഴുത്തിന് പിടിച്ച് പുറത്തേക്കൊരു ഒറ്റ തള്ളുതാണ്. ഷ്യാം അപ്പം തന്നെ മറിഞ്ഞ് അങ്ങോട്ട് വീഴുന്നുണ്ട്. നമ്മുടെ സെലിനാണെങ്കിൽ ഓടി രക്ഷപ്പെടാൻ പോകുമ്പോഴേക്കും അശ്വിൻ പറയുന്നുണ്ട്, അതെ സെലിന് പോകാൻ വരട്ടെ, പോലീസ് ഇപ്പോൾ വരും, പോലീസ് കൊണ്ടുപോയിക്കോളും എന്ന് പറയാണ്. സെലിന് വേറെ കുറേ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കുറേ ആഭരണങ്ങളൊക്കെ മോഷ്ടിച്ചിട്ടില്ലേ, ആ കേസും അതുപോലെ തന്നെ ഇവിടെ ആൾമാറായിട്ട് തന്നെ വന്ന കേസും പിന്നെ എൻ്റെ ചേച്ചിനെ കൊല്ലാൻ നോക്കിയതിനെ കൂട്ടുന്നതിൻ്റെ കേസും ഒക്കെ ആയിട്ട് നിങ്ങൾ ഇനി ജയിലിലേക്ക് കിടന്നോ, രണ്ടുപേരും കൂടി ജയിലിൽ കിടന്നോ എന്നൊക്കെയാണ് അശ്വിൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ സെലിനും പെട്ടുപോയിട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ അഞ്ജലി അശ്വിനോട് പറയുന്നുണ്ട്, കുഞ്ഞ ക്ഷമിക്കൂ കുഞ്ഞ, നീ എന്നോട്, ഞാൻ നിന്നെ വിശ്വസിച്ചില്ല, അതിനുള്ള ശിക്ഷ എനിക്ക് ദൈവം തന്നത്. അതൊന്നും അല്ല ചേച്ചി, ചേച്ചി ഇത്രയും വർഷം അയാളുടെ കൂടെ ജീവിച്ചു, അയാൾ ഒരുപാട് വിശ്വസിച്ചു, അതാണ് ചേച്ചി പെട്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒന്നും വിശ്വസിക്കാത്തതിനെ കാരണം. ചേച്ചിയല്ല ഈ സ്ഥാനത്ത് വേറെ ഏത് പെണ്ണാണെങ്കിലും ഇങ്ങനെ തന്നെ പെരുമാറുള്ളൂ. ഭർത്താവിനെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന പെണ്ണുങ്ങളെല്ലാം ഇതുപോലെ തന്നെ ആവും. പക്ഷെ ഭർത്താക്കന്മാരത് മുതലെടുക്കും ചേച്ചി. കുറച്ചൊക്കെ നമ്മൾ ഭർത്താക്കന്മാരെ സംശയിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഇതുപോലെ കണ്ണടച്ച് വിശ്വസിച്ച അവസാനം ചേച്ചിനെ പോലെ മണ്ടിമാരാവേണ്ടി വരും. പക്ഷേ എനിക്ക് സന്തോഷമുണ്ട്, എൻ്റെ ചേച്ചി ഒരു അബദ്ധത്തിലും പോയി കാണിച്ചില്ല, അവസാനം സ്ട്രോങ് ആയിട്ട് നിന്നല്ലോ. എനിക്കും ആകാശിനും ശ്രുതിക്കൊക്കെ വല്ലാത്ത പേടിയായിരുന്നു, ചേച്ചി സത്യങ്ങളൊക്കെ അറിയുമ്പോൾ എങ്ങനെ തരണം ചെയ്യുമെന്ന്. ഇല്ല കുഞ്ഞ, ജീവിതം ഒന്നേ ഉള്ളൂ, എനിക്ക് വയ്യ മരിക്കാനായിട്ട്, അത് ഇവനെപ്പോലത്തെ ഫ്രോഡിനെ വേണ്ടിയിട്ട്. എനിക്ക് ജീവിക്കണം, എൻ്റെ കുഞ്ഞിനെ വേണ്ടിയിട്ട്, നല്ല ഭാവിക്ക് വേണ്ടിയിട്ട്, നിങ്ങളെല്ലാവരും കാണാൻ വേണ്ടി. എന്നെ സ്നേഹിക്കുന്ന എത്രയോ പേരുണ്ട്, അവർക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം കുഞ്ഞ എന്നൊക്കെ പണ്ട് അഞ്ജലി സ്ട്രോങ് ആയിട്ട് നിൽക്കുക കേട്ടോ. അത് കേൾക്കുമ്പോൾ അശ്വിനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, ആകാശിനും സന്തോഷമാവുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ തലമുറയിലെ പെണ്ണുങ്ങൾ പെട്ടെന്ന് ഒരു എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ആത്മഹത്യ, അങ്ങനെ കുറേ സംഭവങ്ങളല്ലേ. പക്ഷേ അഞ്ജലി അതിൽ നിന്നൊക്കെ വ്യത്യാസമാണല്ലോ, മാത്രം ഇങ്ങനെ ആവണം പെണ്ണുങ്ങൾ എന്നൊക്കെ അശ്വിൻ ഇങ്ങനെ പറയുന്നു കേട്ടോ. ചെറിയൊരു ഉപദേശം പോലെ ഇപ്പോഴത്തെ തലമുറക്ക് കൊടുക്കുന്നുണ്ട് അശ്വിൻ. അതേസമയം അശ്വിൻ്റെയും ശ്രുതിയുടെയും വിവാഹ ദിവസം ആവുകയാണ്. നാളെ തന്നെയാണ് വിവാഹവും കാണിക്കണത്. വിവാഹ ദിവസം അശ്വിനെ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോഴേക്കും അശ്വിനെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ അശ്വിൻ വരുമായിരിക്കും, എല്ലാവരും റെഡി ആയിക്കോന്ന് അഞ്ജലി പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും റെഡിയാവാണ്, അശ്വിനെ മാത്രം കാണുന്നില്ല. അപ്പോൾ ശ്രുതിയും റെഡിയായിട്ട് വരുന്നുണ്ട്. പക്ഷേ ശ്രുതിയുടെ കൂടെ അമ്മയില്ല കേട്ടോ. അങ്ങനെ പല കാരണങ്ങളും പറഞ്ഞിട്ട് ശ്രുതിയുടെ അമ്മ അവിടെ നിന്ന് ഒഴിവാവാണ്. വേറെ എവിടെയല്ല പോണത്, അശ്വിനെ കാണാൻ വേണ്ടി പോയിരിക്കുക കേട്ടോ. പുറത്തൊരു സ്ഥലത്ത് കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. അശ്വിനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ വേണ്ടി പോയിരിക്കുകയാണ്. അശ്വിൻ്റെ അച്ഛൻ എന്തിനാണ് ശ്രുതിയുടെ അമ്മ പേടിക്കുന്നത് എന്നുള്ള സത്യം പറയാൻ പോകണം അശ്വിനോട്. അതുമാത്രമല്ല അശ്വിൻ്റെ അടുത്തും അഞ്ജലിയുടെ അടുത്തും നാളെ അച്ഛമ്മ ആ സത്യം പറയുന്നുണ്ട്. ഈ ശ്രുതിയുടെ അമ്മ ചെയ്ത തെറ്റുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അശ്വിനൊരു തീരുമാനം എടുക്കണം. പക്ഷെ അശ്വിൻ ഒരിക്കലും ശ്രുതിനെ ഉപേക്ഷിക്കില്ലെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അശ്വിൻ എവിടെയാണ് പോയത് അതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തെ എപ്പിസോഡ് പറഞ്ഞ ക്ലൈമാക്സ് തന്നെയാണ് മറ്റന്നാൾ അശ്വിൻ്റെ ശ്രുതിയുടെ വിവാഹമാണ്. അശ്വിൻ ശരിക്കും പറഞ്ഞാൽ മുഹൂർത്ത സമയത്ത് എത്തുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രുതിയും എല്ലാവരും ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മനോരമ പറയുന്നുണ്ട്, എല്ലാം അവൾ വന്നു, ശ്രുതി വന്നു, എവിടെ അഞ്ജലി എന്ന് ചോദിക്കുകയാണ്. കുഞ്ഞൻ ഞാൻ കണ്ടില്ല, രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ അവൾ
അവനെ കാണുന്നില്ല. ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ബ്യൂട്ടീഷ്യന് ആയിട്ടോ അല്ലെങ്കിൽ അമ്പലത്തിലോ ഒക്കെ പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണത്. ഞാൻ ആകാശിൻ്റെ കൂടെ ആയിരിക്കും എന്ന് വിചാരിച്ചു. ഇല്ല ചേച്ചി, ഞാൻ കണ്ടില്ല. ഞാൻ പ്രീതിയായിട്ട് ശ്രുതിയുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയിരിക്കുകയായിരുന്നല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവനിത് എവിടെ പോയി? ഫോണിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ എന്ന് പറയണം. അങ്ങനെ ആകാശും അഞ്ജലി വീണ്ടും ഫോണിൽ ഇങ്ങനെ മാറി മാറി വിളിക്കാം കേട്ടോ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അശ്വിൻ ഫോൺ എടുക്കുന്നില്ല. ശ്രുതിക്കും ആകെ ഒരു ടെൻഷനാവാണ്. ഇനി അശ്വിൻ സാർ എന്തെങ്കിലും അപകടം പറ്റുമെന്ന് പോലും ശ്രുതി വിചാരിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയണ്ട, എന്തെങ്കിലും ആവട്ടെ, എന്തായാലും നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോകാം. കുഞ്ഞൻ കറക്റ്റ് സമയത്ത് എത്തുമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം അവന് വലിയ ബിസിനസ്സിൻ്റെ കാര്യത്തിന് വേണ്ടി പോയിരിക്കുമായിരിക്കും. അവൻ എന്ത് മാരേജ് എന്ത് കാര്യം മുഹൂർത്ത സമയത്ത് വന്നാൽ മതിയല്ലോ വെച്ചിട്ട് പോയതായിരിക്കും അവൻ. അത് തന്നെ നടന്നിട്ടുണ്ടാവുക. എല്ലാവരും വാ ശ്രുതി വാ മോളെ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകണം മുത്തശ്ശി. അപ്പോൾ എല്ലാവരും ഉണ്ട്. പക്ഷേ നമ്മുടെ ശ്രുതിയുടെ അമ്മ മാത്രം വന്നിട്ടില്ല. പേടിച്ച് വരണ്ട് മാറി നിൽക്കുകയാണ്. ശ്രുതിയുടെ അമ്മ വരാത്തിൽ വല്ലാത്ത വിഷമമുണ്ട് കേട്ടോ ശ്രുതിക്ക്. അപ്പോൾ അശ്വിൻ വേറെ എവിടെയും പോയിരിക്കുകയല്ല. അമ്മ ഇങ്ങനെ സത്യങ്ങളൊക്കെ പറയുമല്ലോ. അപ്പോൾ അമ്മ ഇങ്ങനെ സത്യങ്ങൾ പറഞ്ഞപ്പോൾ നീ എന്നോട് ക്ഷമിക്കണം മോനെ. എൻ്റെ മോള് ശ്രുതി അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത തെറ്റിൻ്റെ പുറത്ത് അവളെ പഴി ചാരരുത്, അവളെ ഉപേക്ഷിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ്റെ കാല് പിടിക്കുന്നുണ്ട് അമ്മ. പക്ഷെ അമ്മ ചെയ്തത് എന്ത് തെറ്റാണെങ്കിലും അശ്വിൻ അത് ക്ഷമിക്കുന്നുണ്ട്. അമ്മേനും കൂട്ടിക്കൊണ്ടിട്ടാണ് അശ്വിൻ ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ശ്രുതിയും പ്രീതിയൊക്കെ ആകെ ഷോക്കായിട്ട് നിൽക്കുന്ന ഭാഗം നമ്മൾ ആ ഒരു ഫോട്ടോയിൽ കണ്ടത്. അതായത് അവരെ അമ്മ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരുന്ന കാണുമ്പോഴേക്കും എന്താണ് ഇവിടെ സംഭവിക്കണമെന്ന് അറിയാതെ ഷോക്കായിട്ട് നിൽക്കണം. അപ്പോൾ ശ്രുതിയുടെ അമ്മയല്ല വല്യമ്മയാണ്. അപ്പോൾ ശ്രുതിയുടെ ഈ വല്യമ്മ എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി എന്തോ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവരിങ്ങനെ മാറി മാറി നടക്കേണ്ട കാര്യമില്ലല്ലോ. അവരുടെ ഭാഗത്ത് വലിയൊരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അശ്വിൻ്റെ കാല് പിടിച്ച് അവർ മാപ്പ് ചോദിക്കുന്നത്. എന്നോടുള്ള ദേഷ്യത്തിൽ ഒരിക്കലും ശ്രുതിനെ ഉപേക്ഷിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ്റെ കാല് പിടിക്കുന്നതിന് കാരണം അത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഹിന്ദിയിൽ ഈ അശ്വിൻ്റെ അച്ഛനുണ്ടല്ലോ, അച്ഛനൊരു കാമുകയുണ്ട്. ഒരു കാമുകയിൽ ഒരുപാട് കാമുകയുണ്ട്. പക്ഷേ ശരിക്കും ഒരു കാമുകയുണ്ട്. ആ പുള്ളിക്കാരത്തി കാരണമാണ് ഈ അശ്വിൻ്റെയും അഞ്ജലിയുടെയും അമ്മ മരിക്കാൻ കാരണം ആ ഒരു പുള്ളിക്കാരത്തിയാണ്. അത് കണ്ടിട്ട് അശ്വിൻ്റെ അമ്മ മരിച്ചല്ലോ, അവരുടെ ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു അശ്വിൻ്റെ അച്ഛൻ. അതുകൊണ്ട് അത് താങ്ങാൻ പറ്റാതെയാണ് അശ്വിൻ്റെ അച്ഛനും മരിച്ചു പോയത്. അപ്പോൾ ഈ പുള്ളിക്കാരത്തിന് അശ്വിൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് സംശയം ഇനിയിപ്പോൾ ഈ പുള്ളിക്കാരത്തിയാണോ ഈ ശ്രുതിയുടെ വല്യമ്മ, അതായത് ഇപ്പം ശ്രുതിയുടെ അമ്മ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് തന്നെ ഇങ്ങനെ ഒരു ഇതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രമാത്രം പേടിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. വലിയ ഇഷ്യൂ ആയിട്ട് തന്നെയാണ് ഇവർ പേടിച്ച് മാറി നിൽക്കുന്നത്. ചെറിയ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ മാറി നിൽക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ മാത്രം അത് കാണിക്കുള്ളൂ. അഥവാ ഇപ്പോഴും സസ്പെൻസ് ആയിട്ട് തന്നെ വെച്ചിരിക്കുകയാണ്. സാധാരണ ദിവസങ്ങൾ ബുധനാഴ്ച ദിവസം വീക്കെൻഡ് പ്രൊമോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊമോ ഇടാറുണ്ട്. പക്ഷേ ഇപ്പോൾ 2 ദിവസമല്ലേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും അതൊന്നും ഇടാത്തത്. ടി വിയിൽ കാണിച്ച പ്രൊമോയിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വെറും 5 സെക്കൻഡ് മാത്രമായിരുന്നു പ്രൊമോ. എല്ലാവരും വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല. അയ്യോ കുഞ്ഞിനിത് എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്ന ഭാഗം മാത്രമേ ആ പ്രൊമോയിൽ കാണിച്ചിട്ട് വേറെ ഒന്നും. അപ്പോൾ ശ്രുതി ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബാക്കിയൊരു ഭയങ്കര സന്തോഷത്തിലേക്കാണ്. പെട്ടെന്നാണ് ഈ അശ്വിനെ കാണുന്നില്ലെന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുന്ന ഭാഗം മാത്രമേ പ്രൊമോയിൽ കാണിച്ചില്ല. വേറെ ഒന്നും തന്നെ കാണിച്ചിട്ടില്ല. അവരുടെ മിന്നുകെട്ടോ താലികെട്ടോ ഒന്നും കാണിച്ചിട്ടില്ല. ഹിന്ദിയിൽ ഇവരുടെ കൊച്ചാവണതൊക്കെ ഉണ്ട്. ഒരു ആൺകുട്ടി ഇവർക്ക് ശ്രുതിക്കും അശ്വിനൊരു ആൺകുട്ടിയൊക്കെ ജനിക്കും കേട്ടോ. അതൊന്നും തന്നെ ഇതിൽ എന്തായാലും കാണിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.